നമസ്കാരം. നിയമസഭയിലെ മൂന്നംഗ NDA നിയമസഭാ കക്ഷി നേതാവായി ചാത്തന്നൂർ MLA BB ഗോപകുമാറിനെ തെരഞ്ഞെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാവ് V മുരളീധരനും തമ്മിൽ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തെ ചൊല്ലി നീണ്ടുനിന്ന കടുത്ത തർക്കങ്ങൾക്കൊടുവിലാണ് ഗോപകുമാറിന് അപ്രതീക്ഷിതമായി നറുക്കുവീണത്. ഇരു നേതാക്കളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായൊരു ധാരണയിലെത്താൻ സാധിക്കാതെ വരികയും ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മൂന്നാമത്തെ അംഗമായ ഗോപകുമാറിനെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിലെ തർക്കപരിഹാരം കണ്ടെത്തുകയുമായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പുതിയ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഗോപകുമാർ ആയിരുന്നു. നേരത്തെ നടന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം പേരും V മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. പാർട്ടി ദേശീയ നേതൃത്വത്തിനും മുരളീധരനെ തന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനോടായിരുന്നു കൂടുതൽ താൽപര്യം. എന്നാൽ ഈ നീക്കത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും എതിർത്തു. തനിക്ക് തന്നെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് പദവിയും നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനവും രണ്ട് വ്യക്തികളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടാൽ പാർട്ടിക്കുള്ളിൽ രണ്ട് സമാന്തര അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടേക്കുമെന്ന ശക്തമായ രാഷ്ട്രീയവാദമുയർത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ മറുനീക്കം നടത്തിയത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ മൂന്നംഗങ്ങൾ മാത്രമുള്ള നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതിനെതിരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത വിമർശനവും ഉയർന്നു. ഗ്രൂപ്പ് തർക്കങ്ങൾ കൂടുതൽ പരസ്യമാകുന്നതും പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതും ഒഴിവാക്കാൻ ഒടുവിൽ കേന്ദ്ര നേതൃത്വം പുതിയൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തർക്കത്തിലുള്ള പ്രമുഖരായ ഇരു നേതാക്കളെയും ഒരുപോലെ നേതൃസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി സഭയിലെ മൂന്നാമത്തെ ജനപ്രതിനിധിയും നിഷ്പക്ഷ മുഖവുമായ BB ഗോപകുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്ന വിലയിരുത്തലിൽ BJP നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ BB ഗോപകുമാർ നിലവിൽ പാർട്ടിയുടെ മേഖലാ പ്രസിഡന്റും SNDP യോഗം ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റുമാണ്. ചാത്തന്നൂർ SN ട്രസ്റ്റ് സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ സംഘടനാ പരിചയവും സാമൂഹിക പശ്ചാത്തലവും തർക്കങ്ങൾക്കൊടുവിൽ പാർട്ടിക്കുള്ളിൽ പൊതുസമ്മതി നേടാൻ സഹായിച്ചു. ഗ്രൂപ്പ് പോരുകൾക്ക് താൽക്കാലിക ശമനം വരുത്തിക്കൊണ്ടുള്ള ഈ പുതിയ തീരുമാനത്തിലൂടെ പുതിയ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ കീഴിൽ നിയമസഭയ്ക്കുള്ളിൽ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാനാണ് BJP ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ നിലനിന്നിരുന്ന കടുത്ത ആഭ്യന്തര തർക്കങ്ങൾക്കാണ് BB ഗോപകുമാറിന്റെ അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പോടെ താൽക്കാലിക ശമനമായിരിക്കുന്നത്. പ്രമുഖ നേതാക്കളുടെ കടുംപിടുത്തം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നടപ്പിലാക്കി ഈ സമവായ ഫോർമുല ഗ്രൂപ്പ് പോര് പരസ്യമാകുന്നതിൽ നിന്നും BJP രക്ഷിച്ചു. ഒരു പൊതുസമ്മതനെയും നിഷ്പക്ഷ മുഖത്തെയും മുന്നിൽ നിർത്തി വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിൽ ഒത്തൊരുമയോടെയുള്ള പ്രതിപക്ഷ പ്രവർത്തനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനമാക്കിയിരിക്കുന്നു. അധികാര കേന്ദ്രീകരണം രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ കക്ഷി നേതാവായി മുരളീധരൻ വന്നു കഴിഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്ക അത് BJP നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും BB ഗോപകുമാറിനാണ് നറുക്കുവീണിരിക്കുന്നത്.